ഈസ്റ്റ് ബംഗാളിന് സൂപ്പർ കപ്പ് സമ്മാനിച്ച കോച്ച്, അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിക്ക് 2019 ISL കിരീടം നൽകിയ കോച്ച് കാർലോസ് കൊട്രാഡ്. സോ അദ്ദേഹം ഒരു ദേശീയ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് കോച്ചായിട്ട്. ആ ഒരു ദേശീയ ടീം എന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് ദേശീയ ടീമിലാണ് അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഹെഡ് കോച്ച് റോളിലേക്ക്. സോ എന്തായാലും എല്ലാവിധ ആശംസകളും കാർലോസ് കൊട്രാഡ് എന്ന് തന്നെ പറയണം. സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് നോക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് കോച്ചൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ഇന്ത്യൻ കോച്ച് ആരാകും എന്നുള്ള കാര്യമല്ല ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്. അതിലിപ്പോൾ വരുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ ഖാലിദ് ജമീലിൻ്റെ പേരാണ്. 3 കോച്ചുമാരുടെ പേരുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഒരു സ്ലോവാക്യൻ കോച്ച്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീവൻ ഗോഷൻ്റെയും അതുപോലെ ഖാലിദ് ജമീലിൻ്റെ പേരാണ് വന്നത്. സോ അതിൽ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഖാലിദ് ജമീലിനെ ഏതാണ്ടൊക്കെ കൺഫേം ആയിട്ടുണ്ട് കോച്ചായിട്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്ന് തന്നെ പറയണം. ഒരു ഇന്ത്യൻ കോച്ച് വരട്ടെ അല്ലേ, ഇന്ത്യൻ കോച്ച് വരുമ്പോഴൊക്കെ ഇന്ത്യ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യൻ കോച്ച് വരട്ടെ, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് ഇന്ത്യൻ നാഷണൽ ടീം. ഇനി മറ്റൊരു കോച്ചിങ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് ഖാലിദ് ജമീൽ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓവൻ കോയിൽ ജംഷഡ്പൂർ FC ഹെഡ് കോച്ച് ആകുമെന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ പുറത്തേക്ക് വരുന്നത്. സോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഓവൻ കോയിൽ അവരെ നേരത്തെ ഷീൽഡ് വിജയിപ്പിച്ച കോച്ചാണ്. എന്താ പറയുക, ഒരു ആവറേജ് ടീമിനെ കൊണ്ട് പ്ലേ ഓഫിലേക്ക് എത്തിച്ച കോച്ചാണ് ഖാലിദ് ജമീൽ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കോച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് അപ്ഗ്രേഡ് ആയിട്ട് ഓവൻ കോയിൽ വരുന്നു. സോ ജംഷഡ്പൂർ നല്ലൊരു ട്രാക്കിൽ തന്നെയെന്ന് തന്നെ പറഞ്ഞു.